ദൈവമേ പീഡിയും പിടിച്ച് കിടക്കണം. നമ്മുടെ ഗുരു പഠിപ്പിച്ച നമുക്ക് നമ്മുടെ മന്ത്രോച്ചാരണങ്ങൾ അന്നേരം പഠിപ്പിച്ചില്ലേ, അത് നമുക്ക് പഠിക്കാം, നമുക്ക് ആരംഭിക്കാം. സ്വാമി എടുക്കുക, കൊടയുക, ഏകപാദേഹ, ദ്വിപാദേഹ, കേറ്റുക, ടൈറ്റം. ഒന്നുകൂടെ എടുക്കുക, കൊടയുക, ഏകപാദേഹ, ദ്വിപാദേഹ, കേറ്റുക, ടൈറ്റം. എന്ത് നല്ല മന്ത്രോച്ചാരണങ്ങൾ നമ്മുടെ. ഇതാണ് മന്ത്രം, ഇത് മന്ത്രമാണ്. പിന്നെ എടാപ്പ ഇത് കണസോടാൻ പഠിപ്പിക്കണേണ്. എടുക്കുക, കൊടയുക, ഏകപാദേഹ, ദ്വിപാദേഹ, കേറ്റക, എല്ലായിടത്തും മന്ത്രം ലയർക്ക് ഭ്രാന്താണ്. ജഡം അങ്ങനെ പറയരുത്, മഹാഭാവമാണ്. മഹാഭാവ അത് സാമ്യല്ല, അത് ഭ്രാന്തനാണ്, ഭ്രാന്തൻ. മഹാഭാവം ഒറ്റക്കാലിൽ നിൽക്കാൻ ഇതെന്നാ കൊക്കാണ്. കൃഷ്ണന്മാരെ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ആഗ്രഹത്തിന് പരിശോധിക്കാം. സുപ്രൻ സ്വാമികൾ മതി മതി, അഹങ്കാരം വേണ്ട, താഴെ നില്ലേ. ചാത്തൻ സ്വാമികൾ വെരി ഗുഡ്. ചണ്ടാളൻ ഇവിടെ ഗുരുവിനെ വന്നിക്കാൻ പഠിക്കുന്നു, നിന്നിക്കരുത്. ഓ എന്നാ കാര്യത്തിന് വിശന്നിട്ട് പാടില്ല, വല്ലതും തിന്നാട്ടാണ്. നിനക്ക് എന്ന് വന്നാലും ഒടുക്കത്തെ വിശപ്പാണല്ലോ ചണ്ടാളം. നീ വിശപ്പടക്കൂ, ഞാൻ പറയുന്ന മന്ത്രങ്ങൾ ഏറ്റു ചൊല്ലൂ. നിനക്ക് സന്യാസിയാവട്ടെ. സന്യാസിയാവട്ടെ, എനിക്ക് വിശക്കണം, വല്ലതും തിന്നാട്ടാണ്. കുറച്ചു നേരത്തിന്റെ വായി. ശിഷ്യന്മാരെ, നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പഠിപ്പിച്ചു തന്ന പാഠഭാഗങ്ങളിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഇപ്പൊ ചോദിച്ചോളാം. നാളെ ചോദിക്കരുത്, ഞാൻ മറന്നുപോകും. ഒരു ചെറിയ സംശയമുണ്ട്, ചോദിക്കൂ. ഈ സന്യാസി എന്ന് പറഞ്ഞാൽ, സന്യാസി എന്ന് പറഞ്ഞാൽ സന്യാസിയെ സന്യാസി കഴിഞ്ഞ് വരുന്നതാണ് സന്യാസി. ഒരു സന്യാസി പൂർണ്ണ രൂപമാകണമെങ്കിൽ മുടിയും താടിയും എന്നെ പോലെ വളർത്തി, അതെ ആ പ്രാന്തനെ പോലെ ഇങ്ങനെ വളർത്തി സാധിക്കും. സ്വഭാവം അറിയാൻ പാടില്ല. ശിഷ്യന്മാരെ, ഇന്ന് നമ്മൾ എല്ലാവരും ശാന്തി തേടുകയാണ്. ഞാനില്ലാട്ടാ, എനിക്ക് വിശന്നിട്ട് പോലെ ഞാനും ചണ്ടാളത്തിന്റെ ഒടുക്കത്തെ വിശപ്പ് അവസാനിപ്പിക്കും. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. എന്താണ് ശാന്തി? അമ്മായിമാരെ. ശിഷ്യന്മാരെ, നിങ്ങൾ രണ്ടുപേരും അല്പസമയം കണ്ണുകളും കാതുകളും അടയ്ക്കൂ. ചണ്ടാളിന് ഞാൻ കുറച്ച് ജ്ഞാനം പകരട്ടെ. നിനക്കെന്നെ അറിയാൻ പാടില്ല. ഞാൻ മഹാചറ്റാണ്, മഹാചറ്റ. അന്താരത്തോട്ടുള്ള പോക്കറ്റ് അടിക്കാനും സൂപ്രന്നെ വെച്ചാൽ എല്ലാവരും പറയും. എന്റെ അടുത്ത് അഭ്യാസം ഉറക്കാനില്ല. ചവിട്ടിക്കേറ്റ് കൊങ്ങാങ്ങളെ ഇവിടെ ഞാൻ ഈ മുടി താടിയെ വളർത്തി എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പോട്ടാ. ഞാൻ പറയുന്ന അനുസരിക്കാതെ എനിക്കെതിരെ എതിര് പറഞ്ഞ നോക്കിയാൻ പറ്റില്ല. എന്നെ തലസ്വഭാവം പുറത്തെടുപ്പിക്കരുത് കേട്ടോ. എല്ലാവരും കണ്ണുകളും കാതുകളും തുറന്നുകൊള്ളൂ. ചണ്ടാളിന് ആവശ്യമുള്ള ജ്ഞാനം ഞാൻ പകർന്നു കഴിഞ്ഞു. അങ്ങ് എന്താണ് ചണ്ടാളിന് കൊടുത്ത ആ ദിവ്യ വചസ്സ്? അസഭ്യവർഷായ വായു തോന്നിയായ മന്ത്രം. എങ്ങനെ ഉണ്ടായിരുന്നു ചണ്ടാള? ചെവി കരിഞ്ഞു പോയി. സൂക്ഷിച്ച് കളിക്കുക. ശിഷ്യന്മാരെ, ഇത് നമ്മൾ എല്ലാവരും യാത്രയ്ക്ക് പോകുന്നു. അയ്യോ, അത് പഴയ സിനിമയാണ്. നമുക്ക് ക്രോണിക് പാറ്റേൺ സിനിമ കാണാൻ പോകും. സിനിമയോ? എന്താണ് സിനിമ? മമ്മൂട്ടി, മോഹൻലാലും സുരേഷ് ഗോപി ഒക്കെ ആരാണ് മമ്മൂട്ടി? ആരാണ് മോഹൻലാൽ? ആരാണ് സുരേഷ് ഗോപി? ഇതൊന്നും അറിയാൻ പാടില്ല. സിനിമ ഈ പ്രൊജക്ടറിലേക്ക് മേലിൽ എന്റെ ആശ്രമത്തിൽ ആരും സിനിമ എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ല. അതുകൊണ്ട് വാ മോനെ ദിനേശ. സുപ്രസ്വാമിയുടെ ചവിട്ട് കൊള്ളാം, നട്ടല് വെള്ളമായി. നേരെ വരൂ. ശിഷ്യന്മാരെ, നമ്മളെല്ലാവരും നടന്ന് യാത്ര ചെയ്ത് തളർന്നു വന്നിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാവും. എല്ലാവരും രണ്ട് കല്ലെടുക്കും. ചണ്ടാങ്ങളുടെ അടിപൊളി ഞാനും കല്ലെടുക്കും. എല്ലാവരും വെറുതെ കല്ലെടുക്കാൻ വിശപ്പ്. എല്ലാവരും കല്ലുകൾ എടുത്തോ. ശിഷ്യന്മാരെ, നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്ക് വിശപ്പകറ്റുവാനുള്ള ഭക്ഷണമായി മാറട്ടെ. ചണ്ടാള, ഇനിയെങ്കിലും ഗുരു പറയുന്നത് അനുസരിക്കൂ, ഗുരുവിനെ ശ്രദ്ധിക്കൂ. എല്ലാവർക്കും ഭക്ഷണം കിട്ടിയല്ലോ. വലിയ കല്ലെടുത്തവന് വലിയ പൂവും ചെറിയ കല്ലെടുത്തവന് ചെറിയ പൂവും. ശിഷ്യന്മാരെ, ഇനി നമ്മൾ സന്യാസിമാരുടെ തത്വം അനുസരിച്ച് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. ണ്ട് ശിഷ്യന്മാരെ, ഇതോ നമ്മുടെ ആലിന്റെ ചോട്ടിലുള്ള ബുക്കില്ലേ, അതിൽ എഴുതി വെച്ചിട്ടുള്ളത് പോലെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക.
ശ്രദ്ധിക്കൂ, എന്റെ വായിലേക്ക് ശ്രദ്ധിക്കൂ. ഉള്ളവൻ ഇല്ല, കണ്ട ഒന്നുമില്ല, ഒരു സാധനം പോലും ഇല്ല. പറ്റത്തില്ല. ഉള്ളവൻ ഇല്ലാത്തവന് തരിക. ഇങ്ങോട്ട് കുറെ നേരമായല്ലോ. Come on, follow me. കിഡ്നി ചവിട്ടില്ല, കിഡ്നിക്ക് അന്യായ വിലയാ കേട്ടോ. മാറ്റി ചവിട്ടെ. ശിഷ്യന്മാരെ അധിക സമയം കളയണ്ട. എല്ലാവരും വീട്ടിൽ 2 കല്ലെടുത്തോ. ഒരു കമ്പ്യൂട്ടർ എല്ലാവരും കല്ലെടുത്തോ. ചണ്ടാണെടുത്തോ. ഇന്ന് ഞാൻ തിന്ന് ചാകൂടാൻ കുളിക്കാത്തവനെ. ശിഷ്യന്മാരെ ആരെ പറ്റി? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്താവുന്നത്ര ദൂരയിലേക്ക് വലിച്ചെറിയുക. ഇനി ഭക്ഷണമാകട്ടെ. ഭക്ഷണമാകട്ടെ. ഭക്ഷണമാകൂല്ല. ഞാൻ പറയേണ്ട ഭക്ഷണമാകൂല്ല. ഞാൻ പറഞ്ഞാലേ ഭക്ഷണമാകുള്ളൂ. ആണ് കേട്ടോ. നീ ഇങ്ങനെ കാണിച്ച ഭക്ഷണമാകൂല്ല. ആവില്ല. കേട്ടോ. ശിഷ്യന്മാരെ നിങ്ങൾ എല്ലാവരും കല്ലുകൾ എറിഞ്ഞല്ലോ. നിങ്ങളുടെ കയ്യിലിരുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്രയോ ദൂരം വലിച്ചെറിഞ്ഞുവോ അത്രയും സ്ഥലം നിങ്ങൾക്ക് 3 പേർക്കും സ്വന്തമായി തീരട്ടെ. ഇനിയെങ്കിലും നീ എന്നെ അനുസരിക്കും. നിനക്ക് മേലാൽ ശാന്തി ഉണ്ടാകും. ശിഷ്യന്മാരെ നമുക്ക് സമയം കളയാനില്ല. യാത്ര തുടരാം. Come on, follow me. ഒരു മറ്റേത് പോലീസുകാരനും പറ്റും. പോയതിന്റെ പ്രശ്നം മനസ്സിലായില്ലേ? കംപ്ലീറ്റ് പോയിട്ട് വളക്കില്ലേ? അതാണ് ഗുരുവിനോട് കളിച്ചാലുള്ള ശിക്ഷ. ശിഷ്യന്മാരെ ഇനി എല്ലാവരും വീട്ടിൽ 2 കല്ലെടുക്കും. എന്നാ ഒരു അടിപൊളി കൊട്ടയിലും ഞാൻ വേണ്ട എന്നാ വേഗം എല്ലാവരും കല്ലെടുത്തോ. എല്ലാവരും കല്ലുകൾ എടുത്തല്ലോ. എടുത്ത് ഇത് തിന്നാൻ ഇത് സ്ഥലത്തിന് താൻ ഈ തവണ ആരെ പറ്റിക്കുന്നു നോക്കട്ടെ. ശിഷ്യന്മാരെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ യാത്ര തുടരേണ്ടത് വളരെ ദുർഘടം പിടിച്ച ഒരു പാതയിലൂടെയാണ്. ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാലുകളിൽ കല്ലുകളും കുപ്പിച്ചില്ലുകളും കാലുമുള്ളുകളും കൊണ്ട് ചോര വരും. അപ്പൊ ഒരുപാട് തിന്നാം. അതുകൊണ്ട് നമ്മുടെ പാദങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്കുള്ള പാദരക്ഷകളായി മാറട്ടെ. എല്ലാവർക്കും കിട്ടിയോ? സുപ്രൻ സ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത് ബാറ്റ കമ്പനിക്കാരുടെ 399 രൂപ 90 പൈസ അടിപൊളി ഷൂ ആണ്. മഴയത്ത് വിടാം. ഓക്കെ. ചാർത്തും സ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത് ആക്ഷൻ കമ്പനിക്കാരുടെ നല്ല അടിപൊളി 2 ഷൂസ് ആണ്. സന്തോഷമായില്ലേ? ചണ്ടാളിന് കിട്ടിയോ? കാണിക്കൂ. ചണ്ടാള ഇവർക്ക് കിട്ടിയത് കാണിച്ചില്ലേ? നീ കാണിക്കൂ. എടാ ഞാൻ